ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ഭാരവാഹികൾക്കെതിരെ പോലീസിൽ പരാതിയുമായി ഓഫീസ് ജീവനക്കാരി അതുല്യ. എന്റെ പൊന്ന ദൈവമേ, എന്തോന്നായി ഇത്? ആദ്യം നമുക്ക് പെങ്കൊച്ചു പറയുന്ന കേട്ടാലോ. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ എന്നെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും മീനാ കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതും അതിന്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വീടരുതരവനെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കും. അപ്പം ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിന്റെ പിന്നാലെ നീനാ കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ള ഒരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നീനാ കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിം ആയിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിൻ ആണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഓഡിയോ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അടിപൊളി, കൊള്ളാം അല്ലേ? നിങ്ങൾ തന്നെ ഒരു പേര് സജസ്റ്റ് ചെയ്യാമോ? ഈ അമ്മ എന്നുള്ള പേര് ഇനിയും വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഒരു സംഘടന നിലവിൽ വേണോ, അതോ നമ്മുടെ ലാലേട്ടനൊക്കെ തിരിച്ചു വരണോ? എന്നാൽ ഈ സംഘടനയുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോ എനിക്ക് താണ്ട് ഈ സീന ഓർമ്മ വന്ന്. നീ പറഞ്ഞതിന്റെ മറുപടി ആയിട്ട് നിന്റെ പറയാൻ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ ഈ വേദിയിൽ സംസ്കാരത്തോടെ പെരുമാറണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാ നിന്റെ വിളിക്കാനും ഞാൻ മടിക്കില്ല കേട്ടോ. പ്രസിഡന്റ് ഒന്ന് അടങ്ങ്, ദേ എല്ലാരും ശ്രദ്ധിക്കുന്നു. ഈ ചടങ്ങ് കൊളവാക്കല്ലേ.